പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CPI തൊഴിലാളി സംഘടനകളുടെ സൂചന പണിമുടക്ക് തുടങ്ങി. 1 ലക്ഷം പേരെ അണിനിരത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം സംഘടിപ്പിക്കുമെന്നാണ് ജോയിന്റ് കൗൺസിൽ പ്രഖ്യാപനം. പ്രതിപക്ഷ സംഘടനകളും ഇന്ന് പണിമുടക്കുന്നതോടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ എത്തിത്തുടങ്ങി. പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ നിലവിൽ സർക്കാർ ജീവനക്കാരുടെ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് സർക്കാർ ഓഫീസിലെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയല്ലേ ഉള്ളത് സംഘടനകൾ? തീർച്ചയായിട്ടും വിഷ്ണു, 1990 ശേഷം വലിയൊരു ജനകീയ പ്രക്ഷോഭം, ഇടത് സർക്കാരിനെതിരെ ഘടകകക്ഷിയായിട്ടുള്ള CPI നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രതിഷേധമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് ജോയിന്റ് കൗൺസിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സെക്ടോയും ചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു വലിയ രീതിയിലൊരു പ്രതിഷേധ പണിമുടക്കാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളത്. രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ സംഘടനകൾ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ ജോലിക്ക് അല്ലെങ്കിൽ ജീവനക്കാർ ജോലിക്ക് വന്നിട്ടുണ്ട്. അനക്സ് 1-ലും സെക്രട്ടേറിയറ്റിന്റെ ട്രഷറി ഗേറ്റിന് സമീപമാണ് ജീവനക്കാർ അകത്തേക്ക് കയറുന്നത്. ഇവർ നേരത്തെ ജോലിക്ക് വരികയാണെങ്കിൽ ഇവർക്ക് നേരത്തെ ഈ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് കയറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കണ്ടോൺമെന്റ് പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. വകുപ്പ് മേധാവികളോട് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വകുപ്പ് മേധാവികൾ അതത് ഓഫീസിന്റെ താക്കോൽ കൂട്ടം നേരത്തെ തന്നെ എടുത്തു വെക്കണം. അവർക്ക് നേരത്തെ ജോലിക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ഓഫീസുകൾ തുറന്നു കൊടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഡയസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്നും ഈ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പങ്കാളിത്ത പെൻഷൻ മാറി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരം നടക്കുന്നത്. ഇത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ 4ാമത്തെ ഒരു സമരമാണ് CPI സംഘടനകൾ നടത്തുന്നത്. കഴിഞ്ഞ സമരത്തിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഒരു കൂട്ടം ജീവനക്കാർ ജോലി ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ മറ്റൊരു കൂട്ടം ജീവനക്കാർ ജോലി ചെയ്യാനായിട്ട് വരികയും അവരെ തടയുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനും BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തൊഴിലാളി സംഘടനകൾ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ ഈ ട്രഷറി ഗേറ്റ് തടയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു പണിമുടക്കാണ് ഇന്ന് ഇടത് സർക്കാരിനെതിരെ ഇടത് യൂണിയനുകൾ നടത്തുന്നത്. വിഷ്ണു, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.